കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള അവകാശ സംരക്ഷണ യാത്രയുടെ ഫ്ലാഗ് ഓഫ് ഇവിടെ നടന്നിരിക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു അവകാശ സംരക്ഷണ യാത്ര ഇപ്പോൾ പ്രധാന വേദിയിലേക്ക്, ഉദ്ഘാടന വേദിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു കാഴ്ചയിലേക്കാണ് നിരവധി ജനങ്ങൾ, പാവപ്പെട്ടവർ, കർഷകർ, കത്തോലിക്ക കോൺഗ്രസിന്റെ പ്രവർത്തകർ ഈ ഒരു ജാഥയിൽ ഇപ്പോൾ നിന്നിട്ടുണ്ട്. നമുക്കറിയാം 10,000-കണക്കിന് ആളുകളാണ് ഇപ്പോൾ ഈ ഒരു പാണത്തൂർ ടൗണിലേക്ക് ഈ ഒരു അവകാശ സംരക്ഷണ യാത്രയിൽ പങ്കെടുത്തുകൊണ്ട് ഇവിടെ എത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും കേരളത്തിന്റെ രാഷ്ട്രീയ, സാമൂഹിക, സാമുദായിക മേഖലയിൽ തന്നെ വലിയൊരു തരത്തിൽ ചലനം സൃഷ്ടിക്കുന്ന തരത്തിലേക്ക് ഈ ഒരു അവകാശ സംരക്ഷണ യാത്ര ഇന്ന് കാസർഗോഡ് നിന്ന് ആരംഭിക്കുന്നത് തിരുവനന്തപുരത്ത് ചെന്ന് എത്തുമ്പോൾ അത് വലിയൊരു മാറ്റം, ഒരു വിപ്ലവകരമായ മാറ്റം ഈ ഒരു കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ സാധിക്കും എന്ന് തന്നെയാണ് അത് സംഭവിക്കുന്നത്. നേതൃത്വം കൊടുക്കുന്ന ഐതിഹാസികമായ സമര പോരാട്ടങ്ങളുടെ രണവീഥിയിൽ ചരിത്രമായി രൂപാന്തരപ്പെടുന്ന അവകാശ സംരക്ഷണ യാത്രയിത ഇന്ന് വടക്കൻ ജില്ലയിൽ കാസർഗോഡിന്റെ വടക്കേറ്റത്തെ പാണത്തൂർ എന്ന ചരിത്രമുറങ്ങുന്ന ഗ്രാമത്തിൽ പതാക കൈമാറി സമുദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. വൈകിയ നീതി നിഷേധിക്കപ്പെടുന്ന നീതിയാണ് എന്ന് അധികാര കേന്ദ്രങ്ങളിൽ ഉച്ചസ്ഥലം മുഴക്കം കുറിച്ചുകൊണ്ട് നീതി ആരുടെയും ഔദാര്യമല്ല, അത് ഞങ്ങളുടെ അവകാശമാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ സമിതിയുടെ സമാരാധ്യനായ ഗ്ലോബൽ പ്രസിഡന്റ് പ്രൊഫസർ രാജീവ് കൊച്ചുപറമ്പിൽ നയിക്കുന്ന അവകാശ സംരക്ഷണ യാത്രയിത ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പുള്ള ശുഭ്രസുന്ദരമായ മുഹൂർത്തത്തിൽ ഈ പാണത്തൂർ ഗ്രാമവാസികളെ, നൂറുകണക്കിന് ആയിരക്കണക്കിന് സമുദായ സ്നേഹികളെ, ക്രൈസ്തവ ജനതയെ, ഈശ്വര വിശ്വാസമുള്ള ജനാധിപത്യ വിശ്വാസികളെയൊക്കെ സാക്ഷി നിർത്തി സമുദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഇന്ന് പാണത്തൂരിൽ നിന്നും ആരംഭിക്കുന്ന ഈ മഹായാത്ര, അവകാശ സംരക്ഷണ യാത്ര ഇടുക്കി ഈ സംസ്ഥാനത്തിന്റെ 14 ജില്ലകളിലൂടെ ചുറ്റിക്കടങ്ങി ഈ മാസം 24-ാം തീയതി തിരുവനന്തപുരത്ത് കേരളത്തിന്റെ ഭരണശിലാ കേന്ദ്രമായ സെക്രട്ടേറിയറ്റിൽ സമാപിക്കുമ്പോൾ അത് ഈ രാജ്യത്തിന്റെ, സംസ്ഥാനത്തിന്റെ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ട ചരിത്രത്തിൽ സുവർണലിപികളാൽ ആലേഖനം ചെയ്യപ്പെടുന്ന ഒരു സുന്ദര അധ്യായമായി രൂപാന്തരപ്പെടുകയാണ്, പരിണമിക്കുകയാണ്. നീതിക്ക് വേണ്ടിയുള്ള നിലവിളിയുടെ കവാടം അണിനിരക്കുന്നത് എന്ന ഉത്തമ ബോധ്യത്തോടുകൂടി നീതി ആരുടെയും ഔദാര്യമല്ല, അത് ഞങ്ങളുടെ ജന്മാവകാശമാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് സീറോ മലബാർ സഭയുടെ ഏക സമുദായ സംഘടനയായ കത്തോലിക്ക കോൺഗ്രസ് എന്ന കരുത്തുറ്റ പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന അവകാശ സംരക്ഷണ യാത്ര ഇതാവിടെ തുടക്കം കുറിക്കപ്പെട്ടിരിക്കുകയാണ്. ഇന്ന് പാണത്തൂരിൽ സമുദ്ഘാടനം ചെയ്ത യാത്ര നൂറുകണക്കിന് ആയിരക്കണക്കിന് ക്രൈസ്തവ സ്നേഹികളെ, സമുദായ സ്നേഹികളെ, ഈശ്വര വിശ്വാസികളെ, ജനാധിപത്യ വിശ്വാസികളെ, പാണത്തൂർ നിവാസികളെ സാക്ഷി നിർത്തിക്കൊണ്ട് ആ സർവാദരണീയനായ
തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് അഭിമന്യമാർ ജോസഫ് പാമ്പ്ലാനിയും അഭിമന്യമാർ റിമിജിയോസ് ഇഞ്ചനാരിയിൽ പിതാവും ചേർന്ന് ആശീർവദിച്ച് അനുഗ്രഹിച്ച് കൈമാറി ഇരുവർണ്ണ പതാക നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് നീതിക്ക് വേണ്ടിയുള്ള നിലവിളിയല്ല, നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ് കരണീയമായിട്ടുള്ളത് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കത്തോലിക്ക കോൺഗ്രസ് സമുന്നതനായ ഗ്ലോബൽ അധ്യക്ഷൻ പ്രൊഫസർ രാജീവ് കൊച്ചുപറമ്പിൽ നയിക്കുന്ന അവകാശ സംരക്ഷണ യാത്രയ്ക്ക് ഈ മണ്ണിൽ ചരിത്രത്തിന്റെ താളുകളിൽ തങ്കലികളാൽ ആലേഖനം ചെയ്യപ്പെടുന്ന ഐതിഹാസിക സമര പോരാട്ടത്തിൽ സായന്തനത്തിൽ തുടക്കം കുറിച്ചിരിക്കുകയാണ്. കേരള സംസ്ഥാനത്തിന്റെ 14 ജില്ലകളിൽ, നൂറുകണക്കിന് പ്രദേശങ്ങളിൽ, പട്ടണങ്ങളിൽ, നഗരങ്ങളിൽ, ഗ്രാമഗ്രാമാന്തരങ്ങളിൽ, പെരുവഴിയോരങ്ങളിൽ, ഇടവഴിയോരങ്ങളിൽ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ക്രൈസ്തവ വിശ്വാസികൾ മാത്രമല്ല, ഈശ്വര വിശ്വാസികൾ, ജനാധിപത്യ വിശ്വാസികളൊക്കെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് സ്വാഗതമരുളുന്ന, സ്വീകരണമരുളുന്ന അവകാശ സംരക്ഷണ യാത്രയ്ക്ക് ഇതാ തുടക്കം കുറിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. കത്തോലിക്ക കോൺഗ്രസിന്റെ ഗ്ലോബൽ ഡയറക്ടർ റവറൻഡ് ഫാദർ ഫിലിപ്പ് കവിയിൽ, ജനറൽ സെക്രട്ടറി ഡോക്ടർ ജോസൂട്ടിന്റെ ഒഴികയിൽ ഗ്ലോബൽ ട്രഷറർ അഡ്വക്കേറ്റ് ടോണി പുഞ്ചക്കുന്നേൽ തുടങ്ങിയ സമുന്നതരായ നേതാക്കൾ സഹയാത്രികരായി അണിനിരക്കുന്ന കത്തോലിക്ക കോൺഗ്രസിലെ ഗ്ലോബൽ വൈസ് പ്രസിഡന്റ് ശ്രീ ബെന്നി ആന്റണി, ശ്രീസാലിസ് ജോസഫ്, രാജേഷ് ജോൺ, ജോർജ് കോയിക്കൽ, ബിജു സെബാസ്റ്റ്യൻ തുടങ്ങിയ സമുന്നതരായ ഗ്ലോബൽ ഭാരവാഹികൾ അണിചേരുന്ന ഈ അവകാശ സംരക്ഷണ യാത്ര ഈ മാസം 24-ാം തീയതി കേരളത്തിന്റെ ഭരണശിലാ കേന്ദ്രമായ സെക്രട്ടേറിയറ്റിൽ എത്തിച്ചേരുമ്പോൾ ആയിരങ്ങൾ, 10,000-ങ്ങൾ, ലക്ഷങ്ങൾ അണിനിരക്കുന്ന പടുകൂറ്റൻ പ്രതിഷേധ ജാഥയായ ഒരു അണമുറിയ പ്രവാഹം പോലെ ഇന്ത്യയുടെ ഭരണശിലാ കേന്ദ്രങ്ങളിൽ മാറ്റമുണ്ടാക്കുവാൻ, സംസ്ഥാനത്തിന്റെ അധികാരികളുടെ ചിന്തകളിൽ മാറ്റം വരുത്തുവാൻ കഴിയുന്ന മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് നടത്തുന്ന അവകാശ സംരക്ഷണ ജാഥയാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് പാണത്തൂരിൽ സമുദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഭാരതത്തിന്റെ പരമോന്നതമായ ഭരണഘടന അത് നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഓരോ ഭാരതീയനും രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കുന്ന, എല്ലാ ജാതി മതസ്ഥരും ഏകോദര സഹോദരങ്ങളെ പോലെ സ്നേഹപൂർവ്വം കഴിയുന്ന സമത്വസുന്ദരമായ ഒരു രാജ്യവും ഭാരതവും സ്വപ്നം കണ്ടുകൊണ്ട് നടത്തുന്ന ഇന്ത്യയുടെ ഭരണഘടനയെ അട്ടിമറിക്കുവാൻ, പൊളിച്ചെഴുതുവാൻ ഭാരതത്തിന്റെ വിവിധ കോണുകളിൽ ചിത്രശക്തികൾ നടത്തുന്ന തെരുവ് യുദ്ധങ്ങൾക്ക്, പൊറാട്ട നാടകങ്ങൾക്ക് അന്ത്യം കുറിക്കുവാൻ കേന്ദ്ര സർക്കാരിന് കഴിയണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കത്തോലിക്ക കോൺഗ്രസിന്റെ സമാരാധ്യനായ ഗ്ലോബൽ പ്രസിഡന്റ് പ്രൊഫസർ രാജീവ് കൊച്ചുപറമ്പിൽ നയിക്കുന്ന അവകാശ സംരക്ഷണ യാത്രയാണ് പ്രിയപ്പെട്ടവരെ ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പുള്ള അനുഗ്രഹസന്ദായകമായ നിമിഷങ്ങളിൽ പാണത്തൂരിന്റെ പട്ടണത്തിൽ ഈ രാജവീതികളിൽ വീണൊലിച്ചു മരവിച്ചു കിടക്കുന്ന പഞ്ചാര മണൽത്തരികളിൽ പോലും ആവേശത്തിന്റെ അലമാലകൾ തീർത്തുകൊണ്ട് സമുദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, പാണത്തൂരിൽ നിങ്ങളൊരു ചരിത്ര മുഹൂർത്തത്തിനാണ് സാക്ഷികളായി തീർന്നിരിക്കുന്നത്. സ്വതന്ത്ര ഭാരതത്തിന്റെ ചരിത്രത്തിൽ, കേരള സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ നീതിക്ക് വേണ്ടിയുള്ള ഒരുപാട് പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്ത സർവ്വ മലബാർ സഭയുടെ ഏക ഔദ്യോഗിക സമുദായ സംഘടനയായ കത്തോലിക്ക കോൺഗ്രസിന്റെ ഗ്ലോബൽ പ്രസിഡന്റ് പ്രൊഫസർ രാജീവ് കൊച്ചുപറമ്പിൽ, ഗ്ലോബൽ ഡയറക്ടർ റവറൻഡ് ഫാദർ ഫിലിപ്പ് കവിയിൽ, ഗ്ലോബൽ ജനറൽ സെക്രട്ടറി ഡോക്ടർ ജോസൂട്ടിന്റെ ഒഴികയിൽ ശ്രീ ടോണി പുഞ്ചക്കുന്നേൽ തുടങ്ങിയ സമുന്നതരായ നേതാക്കൾ, കത്തോലിക്ക കോൺഗ്രസിന്റെ വൈസ് പ്രസിഡന്റുമാരായ ശ്രീ ബെന്നി ആന്റണിയും രാജേഷ് ജോണും ശ്രീസാലിസ് ജോസും ജോർജ് കോയിക്കലും ബിജു സെബാസ്റ്റ്യനുമെല്ലാം സഹയാത്രികരായി അണിനിരക്കുന്ന വൈസ് ക്യാപ്റ്റന്മാരായി അണിനിരക്കുന്ന ഒരു ചരിത്രമായി രൂപാന്തരപ്പെടുന്ന അവകാശ സംരക്ഷണ യാത്രയാണ് പ്രിയപ്പെട്ടവരെ അകലെ കേരളത്തിന്റെ വടക്കൊരു മുഖ്യമുള്ള പാണത്തൂർ എന്ന് പറയുന്ന കൊച്ചു ഗ്രാമത്തിന്റെ പെരുവഴികളിൽ സമുദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ജാതിമത വർഗവർണ്ണ ചിന്തകൾക്ക് അതീതമായി ദൈവത്തെ സ്നേഹിക്കുന്ന, രാജ്യത്തിന്റെ മോചനം സ്വപ്നം കാണുന്ന, ജനാധിപത്യത്തെ നെഞ്ചിന്റെ സ്പന്ദനങ്ങളോട് ചേർത്ത് പിടിക്കുന്ന ഓരോ ഭാരതീയന്റെ സ്പന്ദനങ്ങളിലും ആവേശത്തിന്റെ അലമാലകൾ തീർത്തുകൊണ്ട് ജനാധിപത്യ വർഗവർണ്ണ ചിന്തകൾക്ക് അതീതമായി പൊതുസമൂഹത്തിന്റെ ശബ്ദവും സമുദായത്തിന്റെ നാവുമായി കഴിഞ്ഞ 110 വർഷക്കാലമായി കേരളത്തിന്റെ ചരിത്രത്തിൽ, രാജ്യത്തിന്റെ ചരിത്രത്തിൽ, നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങളുടെ ചരിത്രത്തിൽ വലിയ ചരിത്രം സൃഷ്ടിച്ച കത്തോലിക്ക കോൺഗ്രസ് എന്ന മഹാപ്രസ്ഥാനത്തിന്റെ അമരക്കാരൻ പ്രൊഫസർ രാജീവ് കൊച്ചുപറമ്പിൽ നയിക്കുന്ന അവകാശ സംരക്ഷണ യാത്രയ്ക്കാണ് ഈ സമൂഹ സുന്ദരമായ ഈ മുഹൂർത്തത്തിൽ നാം സാക്ഷികളായിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ആധുനികതയുടെ ങ്ങളെയും മരണസംസ്കാരത്തിന്റെ സർപ്പദംശനങ്ങളെയും സ്ഥിരം നേരിട്ടുകൊണ്ട് ഒരമ്മ പെറ്റ മക്കളെ പോലെ, സഹോദരങ്ങളെ പോലെ ഒരുമയോടെ ഭാരതത്തിന്റെ ബഹുസ്വരതയുടെ കത്തിവയ്ക്കുമാർ ഭാരതത്തിന്റെ ഭരണഘടന പൊടിച്ചെടുത്താണ് അപകടമാണ്, രാജ്യത്തെ ഇല്ലായ്മ ചെയ്യുന്നതാണ്. പ്രിയപ്പെട്ടവരെ, ഭാരതത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും